അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ തല ഉയർത്തി നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അതുകൊണ്ടാണ് ഖത്തറിന് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ദോഹയിൽ ചേർന്ന അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ സംയുക്ത ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളും ഇറാന്റെ നിലപാട് ഉറ്റുനോക്കിയിരുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ച് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയോട് നിശബ്ദരായി ഇരിക്കുന്നതെന്നാണ് അറബ് ലോകത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ജൂതരാഷ്ട്രവുമായുള്ള ബന്ധം ഇസ്ലാമിക രാജ്യങ്ങൾ വിച്ഛേദിക്കണമെന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടതും ഇറാൻ പ്രസിഡന്റ് തന്നെയാണ്. ഗസയിലും ബെയ്റൂട്ടിലും യമനിലും നടത്തിയ ഇസ്രയേൽ ആക്രമണങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇറാൻ പ്രസിഡന്റ് ഇസ്രയേലിനെതിരെ എന്ത് നടപടിക്കും എപ്പോഴും തന്റെ രാജ്യം ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും നൽകി. ഇസ്രയേലിന് കനത്ത പ്രഹരമേൽപ്പിച്ച് അമേരിക്കൻ ഉപരോധത്തെ വെല്ലുവിളിച്ചും മുന്നോട്ടു പോകുന്ന ഇറാൻ ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ആവേശം അഭിമാനവുമായി മാറുന്ന കാഴ്ചയാണ് സമീപകാലത്ത് ലോകം കണ്ടിരിക്കുന്നത്. ലോകത്ത് ഇസ്രയേൽ പദ്ധതി നടക്കാതെ പോയ രാജ്യവും അതുതന്നെയാണ്. ഇസ്രയേലുമായി ഏറ്റുമുട്ടി ജൂതരാഷ്ട്രത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് ഒരേ ഒരു രാജ്യം ലോകത്തുള്ളൂ, അതാണ് ഇറാൻ. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഗസ പോലെ തന്നെ തകർന്ന തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ പോയപ്പോഴാണ് വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങിയത്. അമേരിക്കൻ സൈനിക താവളത്തിൽ ഇറാന്റെ മിസൈൽ വീഴുക കൂടി ചെയ്തതോടെ സാക്ഷാൽ ട്രംപിന് തന്നെ ഇറാനുമായിട്ടുള്ള സന്ധി സംഭാഷണത്തിന് ഇറങ്ങേണ്ടി വന്നതും ലോകം കണ്ട കാഴ്ചയാണ്. അന്ന് ഖത്തർ ഭരണകൂടത്തെ മുൻകൂട്ടി അറിയിക്കാതെയും വീര്യം കൂടിയ മിസൈലുകളും ഇറാൻ അമേരിക്കൻ താവളങ്ങളിലേക്ക് പ്രയോഗിച്ചിരുന്നുവെങ്കിൽ ആ താവളത്തിലെ 10,000-കണക്കിന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമായിരുന്നു. മാത്രമല്ല, അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള മിസൈലുകൾ റഷ്യൻ സഹായത്തോടെ ഇറാൻ വികസിപ്പിച്ചതും പിറകോട്ടടിക്കാൻ അമേരിക്കയെയും അല്ലെങ്കിൽ ഇസ്രയേലിനെയും പ്രേരിപ്പിച്ച ഘടകമാണ് എന്നതും ആർക്കും നിഷേധിക്കാതിരിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ തെറിപ്പിക്കാൻ ശ്രമിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സ്വന്തം രാജ്യത്ത് സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. സംഘർഷം എന്ന് അവസാനിക്കുന്നുവോ അന്ന് അഴിമതി കേസിൽ ജയിലിലടയ്ക്കപ്പെടുന്ന രാഷ്ട്ര നേതാവായി നെതന്യാഹു ഉടൻ മാറും. ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നിരന്തരം ഇസ്രയേൽ ഗസയിലും മറ്റ് രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി ഗസ പിടിക്കാൻ അന്തിമ ആക്രമണം തുടങ്ങിയ നെതന്യാഹു വംശഹത്യ നടത്തുന്ന ചെകുത്താന്റെ മനോനിലയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നെതന്യാഹുവിന്റെ ജീവനും അപകടത്തിൽപ്പെടുന്നത്. മറ്റൊരു രാജ്യം പ്രതികാരം ചെയ്താലും ഇല്ലെങ്കിലും ഇറാൻ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും തീർച്ചയായിട്ടും നെതന്യാഹുവിന്റെ ഭരണകൂടത്തോട് പ്രതികാരം ചെയ്യാൻ സാധ്യത ഏറെയാണ്. ആയുധകരുത്തിൽ മാത്രമല്ല, ആർജവമുള്ള ഒരു ജനതയും ഭരണകൂടവുമുള്ള രാജ്യമെന്ന നിലയിലും ഇറാൻ ഇന്ന് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ ആകർഷിക്കുന്ന ഒരു പ്രധാന രാജ്യമായി ഇറാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഇതിന്റെ തോത് വർദ്ധിച്ചിട്ടുമുണ്ട്. ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ടൂറിസത്തിനും തീർത്ഥാടനത്തിനും പുറമെ ഇപ്പോൾ ആരോഗ്യ ടൂറിസത്തിലും ഇറാൻ തന്റേതായ ഒരിടം കണ്ടെത്തിയിരിക്കുകയാണ്. ഇറാൻ വലിയ രീതിയിൽ വളർച്ച നടത്തുമ്പോഴും ഏറ്റവും കൂടുതൽ നട്ടലൊടിയുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മാത്രമാണ്.